ഹലോ ഗീസ്, നമ്മളിന്ന് പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് നോക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു 2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി പൗഡർ, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു 1.5 സവാള, കുറച്ച് മുന്തിരി, കാഷ്യൂ നട്ട്സ്, കറിവേപ്പില എല്ലാം കൂടി നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വറുക്കുക. നമ്മൾ അടി കരിയാതെ വേണം നല്ലതുപോലെ വറുത്ത് കോരി മാറ്റാനുള്ളത്. അതിനുശേഷം അതേ ഓയിലിനകത്ത് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനിടുന്നുണ്ട്. ചിക്കനൊന്ന് ഫ്രൈ ചെയ്ത് വരുന്നപ്പോഴത്തേക്കും നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ വേണ്ടി വെച്ചേക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളതിനകത്തേക്ക് ഒരു 4-5 സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഗരം മസാലയും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മസാല റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് അത് ആഡ് ചെയ്ത് തക്കാളിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് മസാല റെഡിയാക്കിയത് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ അരി വേവാൻ ആവശ്യമായിട്ടുള്ള പാകത്തിനായിട്ടുള്ള വെള്ളം, കുറച്ച് ഉപ്പ്, പിന്നെ പട്ട, ഗ്രാമ്പു എന്നിവയൊക്കെ ചേർത്ത് കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇത്തിരി ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിനകത്തേക്ക് ഒഴിക്കുക. അരി ഒന്ന് വെന്ത് മാറിയതിന് ശേഷം നമുക്കത് ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. അപ്പോഴത്തേക്കും നമ്മൾ മസാല തട്ടി നമ്മൾ ആ അരിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ലെയർ ചെയ്യാം. ലെയർ ചെയ്ത് മസാലയിട്ട് കുറച്ച് ക്യാരറ്റും പുതിനയിലയും മല്ലിയിലയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് പിന്നീട് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, മുന്തിരി എല്ലാം കൂടി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ലെയർ ഒഴിച്ച് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലും എസെൻസും പിന്നീട് കുറച്ച് നെയ്യും ഒക്കെ ഒഴിച്ച് നമ്മൾ ഒരു പിടി നാരങ്ങ നീര് ഒഴിച്ച് പിന്നീട് ദമ്മിടുക. ദമ്മിട്ടൊരു 5 മിനിറ്റ് ഫ്ലെയിം ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഗൈസ്.